ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. ഇന്നിപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല, മക്കളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ ചായ കുടിക്കായിരുന്നേക്കാണ്. അപ്പോൾ പതിവ് പോലെ ചായയും ബിസ്ക്കറ്റും ഉണ്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇന്ന് ചോറായിരുന്നു. ചോറും രാവിലെ എഴുന്നേറ്റ് തന്നെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട്, മീൻ വറുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളപ്പയർ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. മക്കളെ മീനും മീൻ വറുത്തൊക്കെ കൂട്ടി ചോറിനുകൊണ്ട് അവർ സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ അതേ അവർ കഴിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായ കളിപ്പിച്ച പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയുടെ സ്ലാബ് ഒന്ന് ഓടിച്ച് തുടച്ചിടുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാൻ അപ്പുറത്തേക്ക് നോക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കുടിയുടെ തൊട്ടപ്പുറത്തെ കുടിയിൽ പുല്ല് വെട്ടാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണമാണ് അവിടെ എന്ത് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നിപ്പോൾ വെള്ളിയിരിക്കുന്ന കാരണം ഞാൻ കരുതി ഒന്ന് ഓടിച്ചൊന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചിടാമെന്ന് കരുതി. ഇന്നലെ പേര അടിച്ചു വരാനൊന്നും നേരം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. ഇന്നലെ പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ട് മോൾക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോക്കും, പിന്നെ മോൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ അങ്ങോട്ട് കൊണ്ടുപോയി വന്നിട്ട് പിന്നെ ഇവർക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് വയ്യ. അങ്കമാലിൽ ഇന്നലെ മൊത്തം തിരിച്ചിലായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ അങ്കമാലിൽ കയറാത്ത കടകളൊന്നും ഉണ്ടായില്ല. അവസാനം മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരായിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി തയ്ക്കാൻ കൊടുത്ത് അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ അടിക്കാനൊന്നും പറ്റില്ലായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു മട്ടായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി 6:15 ഉണ്ടായിരുന്നു. പിന്നെ വന്ന് അവിടെ കിടന്ന് ഒരു സിനിമ യൂട്യൂബിലിട്ട് അതവിടെ കണ്ട് കിടന്നു. പിന്നെ ഓർത്ത് ഇന്ന് എന്തായാലും ജോലിക്ക് പോകണ്ടല്ലോ, പിന്നെ എന്തായാലും സമയമുണ്ട്, പിള്ളേർ പോയി കഴിഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. അത് കണക്കാക്കിയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി അലക്കാൻ പോയത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ച് തുടയ്ക്കാൻ സമയം ഉണ്ടാവുമല്ലോ എന്ന് കരുതി. ചൊവ്വാഴ്ച വ്യാഴാഴ്ച കേട്ടിട്ട് മക്കളെയൊക്കെ സ്കൂളൊക്കെ പോയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കരുതി ഓണത്തിന് മുമ്പുള്ള ഡീപ്പ് ക്ലീനിങ് നമുക്ക് എന്നിട്ട് സ്കൂളൊക്കെ പൂട്ടിയിട്ട് പിള്ളേരൊക്കെ കൂട്ടി ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം തുടച്ചെടുക്കണില്ല കേട്ടോ. ജസ്റ്റ് ആ വെള്ളം തളിച്ചിട്ട് ആ കോല് വെച്ചൊന്ന് ഓടിച്ച് തുടക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കണതിൻ്റെ ഒപ്പം തന്നെ ആ വാഷിംഗ് മെഷീൻ കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ അത് ക്ലീൻ ആക്കണത്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കും, അല്ലെങ്കിൽ മോളായിരിക്കും. അത് മുഷിച്ച് തുടങ്ങിയത് കാണുമ്പോഴായിരിക്കും അതൊന്ന് ഓടിച്ച് തുടക്കണത്. കണ്ണാടി മിക്കവാറും അവൾ എല്ലാ ദിവസവും ഒന്ന് ഓടിച്ച് തുടക്കണതാണ് കേട്ടോ. ഒരു ടിഷ്യൂ കൊണ്ട് അവൾ തന്നെ തുടക്കണതാണ് അത്. തുടക്കണതിന് ഇടയ്ക്ക് താഴത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് ആ ചേച്ചിയും കൂടി പരിപാടിക്ക് എൻ്റെ ഒപ്പം വരണ്ടെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് നേരം വർത്താനം പറയുന്നത് എൻ്റെ കുറച്ച് സമയം പോലും കേട്ടോ. അതാരണം ഇപ്പം നല്ലോണം നേരം വൈകിട്ടുണ്ട്. അതാരണം ഇപ്പം തന്നെ ഓടിച്ചൊരു തുടയാണ് ഇപ്പോൾ നടക്കുന്നത്. അടുക്കളയിൽ നമ്മൾ ആ കപ്പിൽ നിറച്ച് വെച്ചിരുന്ന ലോഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർന്നായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രണ്ടാമത് അത് മിക്സ് ചെയ്തെടുക്കാനൊന്നുമില്ല. ഞാൻ വെറുതെ ആ കോലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ഓടിച്ച് തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുഖത്ത് ഇച്ചിരി തക്കാളിയുടെ നീരും അരിപ്പൊടിയും തേനും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് മുഖത്ത് തൂക്കുകയാണ്. ഈ വക പരിപാടിക്കൊന്നും സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല കേട്ടോ. ഇന്നിപ്പോൾ തുടച്ച് കഴിയുമ്പോൾ എന്തായാലും സമയം ഉണ്ടാവില്ലോ എന്ന് കരുതിയിരുന്നത്. പക്ഷേ ആ ചേച്ചി ഒന്ന് വർത്താനം പറയാനൊന്നുള്ള നേരം കൂടി പോയി എന്നുള്ളതാണ്. വർത്താനം പറയാൻ നമുക്ക് അല്ലെങ്കിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കത്തി വെച്ചുകൊണ്ട് വെക്കും. ഇനിയിപ്പോൾ എന്തായാലും ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കളയണ്ടല്ലോ എന്ന് കരുതി അതെന്തായാലും ഒന്നെടുത്ത് മുഖത്ത് വെച്ചാണ്. പിന്നെ അത് അകത്തേക്ക് വന്നപ്പോഴേക്കും അവിടെയൊക്കെ ഒന്ന് വെള്ളം വലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ടേബിളൊക്കെ ചെയറൊക്കെ അതാത് സ്ഥലത്തേക്ക് ഇട്ടിട്ട് അപ്പോഴും ഓർക്കണം, അയ്യോ ടേബിൾ തുടച്ചില്ലല്ലോ എന്ന്. പിന്നെ ഓടിച്ച് ഒരു ടിഷ്യൂ എടുത്തൊന്ന് ഒന്ന് തോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കാൻ കേട്ടോ. ഇനി വേറെ പരിപാടിക്കൊന്നും നിൽക്കണില്ല. ചവിട്ടികളൊന്നും ഇപ്പോൾ എടുത്ത് വിട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതിന് വന്നിട്ടാവട്ടെ എന്ന് കരുതി ഞാനിട്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ മുടിയൊന്നും ഉണങ്ങണം. മുടി ഉണങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചുരിദാറിനൊക്കെ നിറച്ച് വെള്ളമാവും. അത് കാരണം മുടിയൊന്നും നല്ല രീതിയിൽ തന്നെ ഒന്ന് തോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി ഇവിടുത്തെ അച്ചാച്ചൻ്റെ പെങ്ങളുടെ മോളുടെ പരിപാടി ഉണ്ട്. പെങ്ങളുടെ മോള് കന്യാസ്ത്രീയാണ്. അപ്പോൾ പുള്ളിക്കാരി കന്യാസ്ത്രീയായിട്ട് 25 വർഷമായി. അപ്പോൾ അതിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും എന്നെ ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന കാരണം എന്നെ വിളിച്ചേക്കണം കേട്ടോ. ആൻറ്റി ചേച്ചനൊക്കെ ഒരു 10:30 ആകുമ്പോഴേക്കും പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2 വീലറിന് അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, മൂഴിക്കുള്ള ഇടവകയിലാണ്. അപ്പോൾ ഇവിടുന്ന് നിസ്സാര ദൂരമുള്ളൂ, ഒരു 10 മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ കേട്ടോ അവിടേക്ക്. ആ ചേച്ചി എന്നോട് 10:45 ഇറങ്ങാമെന്ന് കേട്ടോ പറഞ്ഞത്. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി മുടി കെട്ടി ഷോളൊക്കെ അവിടെ നിന്ന് പോലും അറിയാൻ പാടില്ല. ഇനി അതൊക്കെ നോക്കി എടുത്തിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ. കുർബാന 11 മണിക്ക് കേട്ടോ.
എനിക്ക് ഈ ഒരു രീതിയിൽ മുടി കെട്ടിയാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ കേട്ടോ. ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും, പക്ഷേ അവസാനം ഇതിനകത്തേക്ക് എന്നെ കൊണ്ടു നിർത്തും. എനിക്ക് വേറെ രീതികളൊന്നും വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും രീതിയിൽ നോക്കുന്നത്, പക്ഷേ അതെൻ്റെ മുഖത്തിന് ചേരില്ല. അവസാനം ഞാൻ ഈ ഒരു രീതിയിലേക്ക് തന്നെ എത്തും കേട്ടോ. മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിരം ഷോ ഇതിനകത്ത് ഈ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അവിടെയുള്ള കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് കാണാൻ പറ്റുള്ളൂ. അപ്പം മുറിയിൽ കണ്ണാടി പോയി നോക്കി ഫുള്ള് വശം നോക്കണമാണ് ഈ കാണുന്നത്. ഇപ്പോൾ അതേ അടിയിലൊരു ക്ലിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഷോൾ എവിടെയെന്ന് അറിയാൻ പാടില്ല. നീ കിടന്ന് അത് കുറച്ച് നേരം കിടന്ന് തപ്പുണ്ട്. അതിന് വേണ്ടി തന്നെ എൻ്റെ നല്ലൊരു സമയം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഇവിടുത്തെ അമ്മായിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ പടം ഓട്ടോറിക്ഷയിലാണ് പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേച്ചി വെക്കും, ഞാൻ അങ്ങോട്ട് വന്നോളാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ദേ മോൻ വരും, അപ്പോൾ വാതിൽ പൊട്ടി താക്കോൽ ഇവിടെ തന്നെ വയ്ക്കണം. മോൻ എക്സാമിന് പോയേക്കണം. അപ്പോൾ അവൻ 12:30 ആകുമ്പോഴേക്കും, അവന് 12 മണിക്ക് എക്സാം കഴിയുമ്പോൾ അവനൊരു 12:30 12:45 ആകുമ്പോഴേക്കും അവനെത്തും. അപ്പോൾ വാതിൽ പൂട്ടിന് താക്കോൽ അവിടെ വെച്ചുകൊണ്ട് വേണം എനിക്ക് പോകാനായിട്ട്. വാതിൽ പൂട്ടാൻ ഇറങ്ങുമ്പോഴാണ് അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവുമോ, ബാത്റൂമിൽ ലൈറ്റ് എടുത്തിട്ടുണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്ക് വന്നത്. ഇത് മിക്കവാറും ദിവസങ്ങളുള്ളതാട്ടോ. ചിലപ്പോൾ ഞാൻ പോയിട്ട് പകുതി വരുമ്പോഴാണ് തിരിച്ചു തന്നെ. ഇന്നിപ്പോൾ ദൈവാദിനോട് വാതിൽ പൂട്ടുമ്പോൾ തന്നെ അത് ഓർത്ത് വേഗം വന്ന് നോക്കി. പക്ഷേ ഒക്കെ ഓഫ് തന്നെ ആയിരിക്കും, എന്നാലും ഒരു സമാധാനമില്ല. ഇതിപ്പോൾ ഞാൻ ആ മൂഴിക്കുള്ള ഇടവയിൽ വന്നേക്കണ്ട. ഇത് ഫൊറോന ഇടവയും കൂടിയാണ് കേട്ടോ. ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും പള്ളിയുടെ അകത്ത് കയറുന്ന ആദ്യമായിട്ട് കേട്ടോ. പള്ളിയുടെ ആൾക്കാരെയും പള്ളിയൊക്കെ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സിസ്റ്ററിൻ്റെ ആയിരുന്നു കേട്ടോ ജൂബിലി സിസ്റ്റർ, റിയ ചെറിയ സിസ്റ്ററിൻ്റെ ഫാമിലിയാണ് നിൽക്കുന്നതൊക്കെ. പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പാരിഷ് ഹാളിൽ സിസ്റ്ററിന് ചെറിയ അനുമോദനം നൽകലും പരിപാടിയൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഫുഡ്. ഞാൻ പിന്നെ ഫുഡ് അടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ മാക്സിലേക്ക് വിട്ടാം. അവന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടോ. അവിടെ അനിയൻ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വണ്ടിയിൽ നിന്ന് വീണ് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ് അവന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഒപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പറമ്പിലൊന്ന് അടിച്ചു വാരിയിടാന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ 3-4 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. കരിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു കൂട്ടിയിട്ടൊന്ന് തീയിട്ട് കളയാമെന്ന് കരുതി. വേനൽക്കാലമായി കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു പരിപാടി ഉണ്ടാവും കേട്ടോ. ഒന്നരാടം ഇത് തന്നെയായിരിക്കും പരിപാടി. ഈ മിനിറ്റ് അടിച്ച് തീയിടാന്നുള്ളത് തന്നെയായിരിക്കുള്ളൂ എൻ്റെ പരിപാടി. പിന്നെ അടിച്ച് കഴിയുമ്പോൾ കിടക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അടിക്കാമെന്ന് ഓർക്കുമ്പോൾ ഒരു മടിയാണ്. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി തുടങ്ങി എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മരം വെട്ടിയെന്ന് പറഞ്ഞില്ല, അതിൻ്റെ കരിയിലൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി തീയിട്ട് വെച്ചേക്കുന്നതാ. അപ്പച്ചൻ വരുമ്പോൾ എനിക്ക് തട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ജാതിയുടെ കടയ്ക്ക് ഇച്ചിരി നീക്കിയിട്ടാണ് കത്തിച്ചേക്കണത്. എന്നാലും ജാതിക്ക് എങ്ങാനും വല്ല വാട്ടം തട്ടിക്കഴിഞ്ഞാൽ അപ്പച്ചൻ വരുമ്പോൾ അപ്പച്ചൻ വായിരിക്കണതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. പിന്നെ ഞാൻ ആ ജാതിയുടെ കടയ്ക്കും കുറച്ച് കരിയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സൈഡ് ഇതേവരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി എന്തായാലും കത്തിക്കാനുള്ളത് വരെ ഞാൻ ആ സൈഡിലേക്ക് മാടിയിട്ടാണ് ആക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറ് കുറവാട്ടോ. അപ്പോൾ അത് അരി അടപ്പത്തിടാമാണ്. ഇപ്പോൾ രാവിലെ ചോറ് വെച്ചാണ്. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് ഇപ്പോൾ ഞാനങ്ങനെ 2 ദിവസത്തേക്കൊന്നും ആയിട്ട് ഇട്ട് വയ്ക്കണില്ല കേട്ടോ. ഇന്ന് അതാത് സമയത്തേക്കുള്ളത് മാത്രമേ ഇടണുള്ളൂ. ഇവിടെ മോന് റേഷൻ അരിയോട് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ കിട്ടിയ അരി കാട്ടിക്കളയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ റേഷൻ അരി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പ്രാവശ്യം ഓണം പ്രമാണിച്ച് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി നല്ല അരിയാട്ടോ. ഞാനതൊന്ന് ഒരു തള വന്നു കഴിയുമ്പോൾ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് ഊറ്റുക ചെയ്യണുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ അത് നല്ല അരിയാണ്. പക്ഷേ അത് തിളപ്പിച്ചെടുക്കാറില്ല എന്ന് മാത്രം. രാവിലെ അരി വയ്ക്കുമ്പോൾ രാവിലെയും ഉച്ചത്തേക്കും കണക്കാക്കി വെച്ചേക്കും. പിന്നെ അതുണ്ടെങ്കിൽ വൈകുന്നേരം എടുക്കും. വൈകുന്നേരം ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് മാത്രമുള്ള അരിയെ ഞാനിടുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം കണക്കാക്കി ഇടാറില്ല. പിന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ പോയി വന്ന വഴിക്ക് ഞാൻ ഇത്തിരി അച്ചിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നാടൻ അച്ചിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1/2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നന്നാക്കണമാണ്. പിന്നെ മീൻ പുരട്ടിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അവളോട് അതൊന്ന് 2 കഷ്ണം എടുത്ത് വറക്കാൻ മതി. അവളത് വറുത്ത് മീനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾ ചോറിന് കേട്ടോ. മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ 8:30 ആവും കേട്ടോ. ഇപ്പോൾ അവൻ വന്നേമ്പോൾ അവനും ചോറിനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കേട്ടോ. ഓക്കെ ബൈ.